ഹലോ ഗൈസ്, ഇന്ന് ഞാൻ വന്നേക്കുന്നത് എന്തിനാണെന്നറിയോ? ഇന്നത്തെ വീഡിയോ ഈസ് അബൌട്ട് നമുക്ക് നമ്മുടെ പാരന്റ്സിൽ നിന്ന്, എസ്പെഷ്യലി നമ്മുടെ അമ്മമാരിൽ നിന്ന് എങ്ങനെ നല്ലൊരു അടി കിട്ടാം. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന വലിയൊരു സംഭവമാണ് ഹെയർ കളർ. എനിക്കെന്തോന്നാവോ പെട്ടെന്ന് ഹെയർ കളർ ചെയ്യാൻ തോന്നി. അപ്പൊ ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല ഇതുവരെ. പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ വേണ്ട, ചിലപ്പോഴല്ല എന്തായാലും വേണ്ടെന്ന് പറയും. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഞാൻ തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ. കാരണം പാർലറിലൊക്കെ പോകാനുള്ള പൈസ ചെലവ് ഇച്ചിരി കൂടുതലായത് കാരണം സ്വന്തമായിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത് ഈ പിങ്ക് കളറാട്ടോ. ഇതെനിക്ക് എങ്ങനെ ഉണ്ടാവും അറിയില്ല. ഈ വീഡിയോ നിങ്ങൾ കാണുന്നതിന്റെ അർത്ഥം ഏതാണ്ട് ഇത് വിജയിച്ചിട്ടുണ്ടെന്നാ. കാരണം അല്ലെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യില്ലല്ലോ. അപ്പോ നിങ്ങൾ എന്തായാലും വീഡിയോ ഫുള്ള് ഇതിങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ കാണുക. ഓക്കെ, അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ എടുക്കുന്നത് സ്ട്രീക്സിന്റെ കളറാണ് കേട്ടോ. പിങ്ക് കളറാണ്. ഇതിന് 390 ആണ് ഇതിന്റെ MRP വരുന്നത്. ഞാൻ ആമസോണിൽ വാങ്ങിച്ചപ്പോ എനിക്ക് തോന്നുന്നത് 250 റുപ്പീസ് ഒക്കെ ആയിരുന്നു. പിന്നെ ഒരു പഴയ ക്ലോത്ത് എടുക്കുക. ഇനി എന്തെങ്കിലുമൊക്കെ വീണ് കഴിഞ്ഞാൽ അമ്മ അറിയുന്നതിന്റെ മുന്നേ തുടയ്ക്കണമല്ലോ. പിന്നെ അത് മാത്രമല്ല, നിങ്ങളുടെ ഏറ്റവും നിങ്ങൾക്ക് വേണ്ടാത്ത ഒരു ഡ്രസ്സ് എടുത്തിടുക. ബിക്കോസ് എന്താ വെച്ചാൽ നല്ല ബ്ലീച്ച് ചെയ്യണം. നമ്മള് ബ്ലീച്ച് ഉള്ള കളറാണ്. സോ ബേസിക്കലി ബ്ലീച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഡ്രസ്സും ചിലപ്പോ ഇന്നേഴ്സ് വരെ നിങ്ങൾ ഏറ്റവും പഴയതിടുക. കാരണം ഇല്ലെങ്കിൽ ചിലപ്പോ കളർ പോകും. ഓക്കെ, ഈശ്വര ഗുരുവായൂരപ്പ റെഡി ആയാൽ മതിയായിരുന്നു. ഇനി ഒരിക്കലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് ജയിക്കണോടാ, ഒരു പ്രാവശ്യമെങ്കിലും. റെഡി ആവായിരിക്കും, നമുക്ക് നോക്കാം. അപ്പൊ നമ്മള് മുടിയൊക്കെ ജടയൊന്നും ഇല്ലാണ്ട്, ഇപ്പൊ നമ്മള് മുടിയൊക്കെ എത്രയും പെട്ടെന്ന് ജടയൊന്നും ഇല്ലാണ്ട് കറക്റ്റ് ആയിട്ട് ചീവി വെക്കുക. കാരണം എന്താ വെച്ചാ ക്ലിയർ ആയി കിട്ടാൻ വേണ്ടി. കാരണം ഇതൊരു പ്രൊഫഷണൽ കളറിംഗ് ആണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്തായാലും മസ്റ്റ് ആയിട്ടും ശ്രദ്ധിക്കണം. പിന്നെ തലയില് ഓയിൽ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഓയിൽ ഉള്ളപ്പോ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട് തോന്നുന്നു. കാരണം ബ്ലീച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഓയിൽ വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഓയിൽ ഇല്ലാതെ മുടിയൊക്കെ ഷാമ്പു ചെയ്ത് ഡ്രൈ ചെയ്തിട്ടുള്ള മുടി സെറ്റ് ആക്കുക. പിന്നെ നമ്മൾ പാർട്ടായിട്ടായിരിക്കും. അപ്പൊ ഞാൻ അടിഭാഗം മാത്രമേ കളർ ചെയ്യാൻ ഉദ്ദേശിച്ചുള്ളൂ. എന്നാൽ തന്നെ റേഷൻ കാർഡിൽ നിന്ന് എന്റെ പേര് വെട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോ അടിഭാഗം മാത്രം കളർ ചെയ്യുന്നോണ്ട് ഞാനിങ്ങനെ രണ്ട് സൈഡ് എടുത്ത് പാർട്ടാക്കിയിട്ട് ചെയ്യാമെന്നാണ് ഇപ്പൊ വിചാരിക്കണത്. നോക്കട്ടെ എന്തായാലും. ഇതിന്റെ അകത്ത് എല്ലാ വേണ്ട സാധനങ്ങളും ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത്. കാണുമ്പോ ഇത്തിരി വിയേർഡായി തോന്നുന്നുണ്ട്. വെച്ചാലും ട്രസ്റ്റ് ദ പ്രോസസ്, പ്രശ്നമൊന്നുമില്ല. ഞാൻ ഇതിനു മുന്നേ ഇത് ചെയ്തിട്ടുള്ളതാണ്. എന്റെ ഹെയർ കളറിംഗ് ഒക്കെ ഞാനത് ചെയ്തിട്ടുള്ളത്. ഞാൻ പച്ച ചെയ്തിട്ടുണ്ട്, ചോപ്പ് ചെയ്തിട്ടുണ്ട്. കോവിഡിന്റെ ടൈമിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും പോർഷനെ ഞാൻ ചെയ്യുന്നുള്ളൂ. പിന്നെ ഞാൻ ഈ ബണ്ണ് വരെ പഴയതെടുത്തത്. കാരണം എന്താ വെച്ചാൽ ഈ ബണ്ണൊക്കെ ബ്ലീച്ച് ആയി പോകും ചിലപ്പോൾ. നമുക്ക് എക്സാക്ട്ലി എത്ര പെർഫെക്ഷനോടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏതാണ്ടൊക്കെ ചെയ്യാവുന്ന മാത്രം. അപ്പോ നമുക്ക് എന്തായാലും അടുത്തതായിട്ട് വേണ്ടത്, ഞാൻ വീട്ടിൽ നിന്ന് പഴയ ഒരു ഡബ്ബ ഇതേപോലത്തെ എടുക്കുക. പ്ലാസ്റ്റിക്കിന്റെ എടുക്കണം കേട്ടോ, മെറ്റലിന്റെ ഒന്നും എടുക്കരുത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഈ രണ്ട് പൊടിയും ഈ ഒരു ഡെവലപ്പറും കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് തേക്കുക. അത്രേ ഉള്ളൂ, സിമ്പിൾ. ജാവ വളരെ സിമ്പിൾ ആണ്. പിന്നെ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ, റൂട്ടിൽ ഒരു 1 സെന്റിമീറ്റർ ദൂരത്തുനിന്ന് വേണം അടിച്ചു തുടങ്ങാൻ. അപ്പൊ അതായത് ഫുള്ള് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എനിക്ക് താഴെയാണ് ചെയ്യുന്നത് എന്നുള്ളത് പ്രശ്നമില്ല. അപ്പൊ നമുക്ക് ചെയ്തോ. ഇതിന് ഇനി ഒരു വൃത്തികെട്ട മണമുണ്ട്. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ സ്മെല്ലുകളൊക്കെ അലർജിക്കാണ്. ഇവയ്ക്ക് പുറമെ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ 4 രസങ്ങൾ വേറെയുമുണ്ട്. ഒരു സ്മെല്ലുണ്ട് ഗൈസ്. ഇത് ചെയ്യുമ്പോ മാക്സിമം കണ്ണിന്ന് മാറ്റി നിർത്തി ചെയ്യാ. കാരണം കണ്ണെരിയില്ലെങ്കിൽ അങ്ങോട്ട് ഒഴിക്കുക. ഫുള്ള് ഒഴിക്കണേ. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫോയിൽ പേപ്പർ ഒന്ന് വെട്ടി വെക്കാന്ന് വിചാരിച്ചു. കാരണം നിങ്ങൾ മാക്സിമം ആരെങ്കിലും ഒരാളുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്യാൻ നോക്കുക. കാരണം എന്താ വെച്ചാൽ എന്റെ ചെയ്തിരുന്ന എന്റെ അനിയനാട്ടോ. അവൻ ബാംഗ്ലൂർ പോയോണ്ടാണ് ഞാനിപ്പോ ഇത് ഒറ്റയ്ക്ക് ചെയ്യണത്. കാരണം ഇത് എനിക്കറിയില്ല ഒറ്റയ്ക്ക് പറ്റുമെന്ന്. പക്ഷെ പ്രതീക്ഷ കൈവിടാതിരിക്കുക എന്നുള്ളത് മാത്രം. അപ്പോ ഞാൻ ലാസ്റ്റ് ടൈം ഇത് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടിയും ബുദ്ധിമുട്ടുള്ളൂ, അല്ലെ ലോക്കൽ സാധനങ്ങൾ പോലെ ഫീൽ ചെയ്തിരുന്നു. പക്ഷെ ഈ പാക്കിൽ എല്ലാ സാധനങ്ങളും ഭയങ്കര സ്റ്റാൻഡേർഡ് ഉള്ള പോലെ ഉണ്ട്. അതായത് ഗ്ലൗസ് ആണെങ്കിലും എല്ലാം. പിന്നെ ഈ ബ്ലീച്ച് ചെയ്യാനുള്ള പൗഡറും കുറച്ച് അധികം ഉണ്ട്. കഴിഞ്ഞാലൊക്കെ ഭയങ്കര കുറവായിരുന്നു. എന്നാൽ വില സെയിമാണ്. എന്തിട്ടാണാവോ അത്. എന്തായാലും ഇപ്പൊ ഇങ്ങനെ ഒരു പേസ്റ്റാണ് നമുക്ക് കിട്ടിയേക്കണത്. എന്നിട്ട് ഇതങ്ങ് തേച്ചു കൊടുക്കുക. അനങ്ങാതിരുന്നോ, ഇന്ന് ഈ മീശമ ഞാനൊരു താജ്മഹാള് പണിയും. ഫുള്ള് തേക്കണം. കാരണം എന്നാലാണ് കറക്റ്റ് ബ്ലീച്ച് ആവുള്ളൂ. ഇല്ലെങ്കിൽ കളർ പിടിക്കില്ല. കാരണം ബ്ലാക്ക് ഹെയറിൽ പിടിക്കില്ല പിങ്ക് കളർ. ഓക്കെ,
സോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ ചെയ്യുന്നവരും ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് ബ്ലീച്ച് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഒരു സൈഡ് ചെയ്തു, അത്ര വൃത്തിയിലൊന്നല്ല ചെയ്തേക്കണേ, എന്നാലും ഇത് മതി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇങ്ങനെ മുഖത്തൊന്നും ആവാണ്ട് നോക്കുക, പ്രത്യേകിച്ച് ഇത്, കാരണം അത്ര നല്ലൊന്നല്ല, ബ്ലീച്ച് അല്ലേ. പിന്നെ ഇത്രയും കഷ്ടപ്പെടേണ്ട എന്തിനാന്നുള്ളൊരു ചോദ്യമൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. കഴപ്പ്, വെറും കഴപ്പ്, അല്ലാണ്ട് ഒന്നുമല്ല. എനിക്ക് കണ്ണും ഒരു മാതിരിയൊക്കെ ഉണ്ട്, പക്ഷെ കഴിയുമ്പോ സൂപ്പർ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിക്കണത്. ആയാ മതിയായിരുന്നു. 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാനാണ് ഇതിൽ പറയണത്. ഞാനൊരു 45 മിനിറ്റ്സ് ഒക്കെ വെക്കും കേട്ടോ എന്തായാലും. ഇന്നലെ അത് ഡ്രൈ ആയി വന്നപ്പോഴേക്ക് ഒരുപാട് സമയമായി. പിന്നെ രാത്രി ആയപ്പോൾ ലൈറ്റ് പോയി, അപ്പൊ എനിക്ക് എടുക്കാൻ പറ്റില്ലല്ലോ വീഡിയോ. അപ്പൊ ഞാൻ ആ പ്രോസസ്സ് വെച്ച് നിർത്തിയിട്ട് പിന്നെ ഒന്നും ചെയ്തില്ല, കളർ ചെയ്തില്ല. അപ്പൊ ഇന്ന് നമുക്ക് നോക്കാം ബ്ലീച്ച് ആയത് എങ്ങനെയുണ്ട്. അപ്പൊ ഞാൻ എന്റെ ഹെയർ കാണിച്ചു തരാം. കണ്ടടാ, ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ നിങ്ങക്ക് വേറെ പലതും പറയാൻ തോന്നുന്നുണ്ടായിരിക്കും. പക്ഷെ ഇന്നലെ കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കളറായിരുന്നു കേട്ടോ. പക്ഷെ ഇന്നത്തേക്ക് ഇങ്ങനെ ഒരു കളറാണ്. ഇത്രയെങ്കിലും ബ്ലീച്ച് ആയാലാണ് നമ്മൾ കൊടുക്കാൻ പോകുന്ന കളർ പിങ്ക് ആയതുകൊണ്ട് അത് കാണുള്ളൂ. അപ്പോ നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാം, കാരണം ഒത്തിരി ലേറ്റ് ആയി തന്നെ ഓൾറെഡി ഷൂട്ടുള്ള കാരണം. അപ്പൊ ലൈറ്റ് പോണതിന്റെ മുന്നേ നമുക്ക് ചെയ്യണം. സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞ പാക്കിങ്ങില് 2 ട്യൂബാണ് വന്നേക്കുന്നത്. ഒന്ന് നമുക്ക് ഇത് കഴിഞ്ഞ് തേക്കാനുള്ള കണ്ടീഷണറും ഒന്ന് കളറന്റും. അപ്പോ നമുക്ക് എത്രയും പെട്ടെന്ന് ഇതാ ട്യൂബാണ് കേട്ടോ. ഇന്നലെ ചെയ്ത പോലെ തന്നെ നമ്മള് സെക്കൻഡ് ഓപ്പറേഷനിക്ക് റെഡി ആയിരിക്കാണ്. അപ്പോ ഇത് ബ്രഷ് വെച്ചിട്ട് തേക്കാനുള്ള അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാനുള്ള ക്ഷമയൊന്നും എനിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാന് കൈ വെച്ചിട്ട് തന്നെയാണ് ചെയ്യണത്. ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കണോട്ടാ, ഇല്ലെങ്കിൽ ഗോൾഡ് കളറായിട്ട് തന്നെ നിൽക്കും. ദൈവമേ, തികയില്ലേ ഇത്? തികയും. അപ്പോ നിങ്ങൾ കുറച്ച് കയറ്റി അപ്ലൈ ചെയ്ത് കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ എന്തായാലും ബ്ലാക്കിൽ ഇത് പിടിക്കത്തില്ല. ഇവിടെ കൊറ്റുന്നുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. ഇത് നല്ല വൃത്തിക്ക് ചെയ്യണം എന്ന് എനിക്കുണ്ട്. പക്ഷെ എന്താ വെച്ചാ എനിക്ക് അത്രയും ക്ഷമയില്ല. ഇതാണ്ടോ, അപ്പൊ ഈ ലൈക്ക് ഇങ്ങനെ വരും കളർ എന്നാണ് ഞാനും പ്രതീക്ഷിക്കണത്. വന്നാ മതിയായിരുന്നു. പക്ഷെ ഇതിന്റെ മണം ഉണ്ടല്ലോ, ഇത് നല്ലൊരു മണം കേട്ടാ. നല്ലൊരു മണം എന്ന് പറഞ്ഞൊരു പെർഫ്യൂമിന്റെ ഒക്കെ മണം. അപ്പൊ എനിക്ക് ഇത് ഈ മണം എനിക്കിഷ്ടം. മറ്റേ മണം എനിക്കിഷ്ടമല്ല. ബ്ലീച്ചിന്റെ മണം സഹിക്കാൻ പറ്റാത്തൊരു വൃത്തികെട്ട മണമാണ്. അത് വിചാരിക്കണ പോലെ അല്ലട്ടാ, ആകെ മെസ്സിയാണ്. അല്ല, വിചാരിക്കണ പോലെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, മറ്റേ ഗുണ്ടൊക്കെ കെട്ടി തൂക്കിയ പോലെ ഉണ്ടാവും ചിലപ്പോ. പക്ഷെ എന്താ വെച്ചാ ഞാനത് ആദ്യം ഇൻഡിവിജ്വലി ലൈക്ക് ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്ത് ഒന്നാകെ കെട്ടി. എനിക്ക് കുറച്ച് മുടിയുള്ള കാരണം അങ്ങനെ ചെയ്താലും വലിയ സീനൊന്നുമില്ല. അങ്ങനെ ഇനി ഈ സൈഡും കൂടി ചെയ്തിട്ട് ബാക്കി കാണാം. ഇതൊക്കെ അനുഭവിക്കാൻ ധൈര്യമുള്ളവർ മാത്രം പരീക്ഷിച്ച് നോക്കുക. ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമെന്ന് പോലും എനിക്കറിയില്ല, കാരണം അത്രയും എന്റെ മുഖത്തൊക്കെ എന്തൊക്കെയോ ആയി. ഇതുണ്ടോ, ഇങ്ങനെയാണ്. ഇതൊക്കെ റെഡിയായാൽ മതിയായിരുന്നു. ഇല്ലേ ഞാൻ എന്ത് ഈശ്വരാ, ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? റെഡിയാവുമായിരിക്കും. അപ്പോ നമ്മൾ ആദ്യം ഇങ്ങനെ ഇച്ചിരി ഇത് മാത്രം എടുത്തിട്ട്, തേങ്ങ എന്താ മുടങ്ങാത്ത, ഇങ്ങനെ പാർലറിലാവുമ്പോ അവരിത് നല്ല വൃത്തിയിൽ ചെയ്തുതരും. നമുക്ക് അത്ര കഴിവില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ഷിഫ്റ്റ് കൂട്ടിയ പോലെ ചെയ്യുക. ഇതൊക്കെയായി ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ഇത് മൊത്തം ഒരു ഫൺ വീഡിയോ ആയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ അത് ആ മൈൻഡിൽ തന്നെ കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കാരണം ഷൂട്ട് ചെയ്തത് പലതും പല ആംഗിളിലാണ്. ഞാനിത് ചിലപ്പോഴേ അപ്ലോഡ് ചെയ്യുള്ളൂ. ഇൻ കേസ് അപ്ലോഡ് ചെയ്യുകയാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത്, നിങ്ങളത് ക്ഷമിക്കണം പ്ലീസ്.